നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അതേ മായവിദ്യ കൊണ്ടല്ലേ അവിടുത്തെ തെണ്ടി മനോജ് നമ്മുടെ കുഞ്ഞിനെയും വലയിലാക്കിയത്. കണ്ണി കാണാൻ കൊള്ളാത്ത ചെറ്റകള്. അങ്ങനെ അച്ഛനും അമ്മയും കൂടി ഓരോ സംഗതികൾ അക്കമിട്ട് പറയുമ്പോ അവര് ഒരു നിലവാരം ഇല്ലാത്തവരാണെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ശരി. കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം. എന്തായാലും നമ്മുടെ മോള കുടുംബത്തിലെ മരുമകളായി പോയില്ലേ. അവൾ അവിടെ സന്തോഷത്തോടെയാ ജീവിക്കുന്നത്. ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നമുക്ക് പരസ്പരം സഹകരിച്ച് ജീവിക്കാം. വന്ദന, അല്ല, വന്ദന മോൾ ഇതുവരെ പോയില്ലായിരുന്നോ? വാ മോളെ. പോയാ ഇതൊക്കെ കേൾക്കാൻ പറ്റൂ? എന്റെ അച്ഛനമ്മമാരെയും എന്നെയും എന്റെ സഹോദരങ്ങളെ പറ്റിയും കുറുപ്പ് സാർ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. രാഷ്ട്രീയക്കാരന്റെ ദുഷിച്ച നാവ് അങ്ങ് ചലിച്ചു പോയതാണല്ലേ. എന്റെ അച്ഛന് പണമില്ല, ശരിയാണ്. പക്ഷേ നിങ്ങൾ പറയും പോലെ മായാവിദ്യൊന്നും പഠിച്ചിട്ട് വന്നതല്ല. അന്തസ്സും മാപിജാത്തിയുള്ളവനാ. ഇന്നേ വരെ ആരുടെ മുന്നിലും കൈ നീട്ടിയിട്ടുമില്ല. സ്വന്തമായി അധ്വാനിച്ച് തന്നെയാ മക്കളായി ഞങ്ങളെ വളർത്തിയത്. അച്ഛന്റെ വിയർപ്പിന്റെ വില ഞങ്ങൾ മക്കൾക്ക് നന്നായിട്ട് അറിയാം. ഇത്രയും കാലം വഞ്ചനയും ചതിയും കാപട്യവും കൊണ്ട് ജനങ്ങളെ ദ്രോഹിച്ചതല്ലാതെ ഒരു നല്ല കാര്യമെങ്കിലും അവർക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ നിങ്ങള്? വന്ദനെ, നിർത്ത്. അച്ഛനെ അങ്ങനെ അങ്ങ് ഇൻസൾട്ട് ചെയ്യാതെ. ഈ മനുഷ്യൻ ആരാണെന്ന് ഓർത്ത് വേണം സംസാരിക്കാൻ. ചേച്ചി പറഞ്ഞത് ഞാൻ കേട്ടു. സാറ് പറഞ്ഞല്ലോ ഞാൻ ഓഫീസിലെ MD കോടീശ്വരനായ രാജീവിനെ കറക്കി പാട്ടിലാക്കിയതാണെന്ന്. എന്നാലല്ല, അദ്ദേഹത്തിന്റെ ഭാര്യ മരിച്ച ശേഷം ഒരേ ഒരു കുഞ്ഞിനൊരു അമ്മ വേണമായിരുന്നു. ആ കുട്ടിക്ക് എന്നെ ജീവന. അതുകൊണ്ടാ അങ്ങനെ ഒരു പ്രപ്പോസലുമായിട്ട് ഞാൻ മുന്നോട്ട് പോയത്. സാറേ, എന്റെ അച്ഛനെ കുറിച്ച് പറയുമ്പോ സാർ ഒന്നറിയണം. വിയർപ്പിന്റെ വില എന്താണെന്നറിയാതെ AC മുറിയിലിരുന്ന് ആജ്ഞാപിക്കുകയും അതനുസരിക്കാൻ ഏറെ മൂളികളായ ചില ശിങ്കടികളെയും വെച്ച് നിങ്ങൾ ചവിട്ടി മെതിച്ചത് ഇവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതമാണ്. കഴിഞ്ഞില്ല സാറേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.